ഹലോ. ഡ്യൂട്ടി കഴിഞ്ഞുള്ളൊരു വൈകുന്നേരമാണ്. രാവിലെ തിരക്കിലും ഉത്തരവാദിത്തങ്ങളിലും മുങ്ങിയ ഒരു ദിനത്തിന് അവസാനം. എല്ലാ തിരക്കുകളെയും പിന്നിലാക്കി പുറത്തേക്ക് കിടക്കാൻ വെമ്പുകയാണ് മനസ്സ്. ഡോക്ടേഴ്സ് റൗണ്ട്സിൻ്റെ ടെൻഷനും ഹാൻഡ് ഓവർ കൊടുക്കുന്നതിനുള്ള ബഹളങ്ങളും രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും കണ്ണുകളിലെ ആശങ്കകളും ഹോസ്പിറ്റലിലെ മുഴക്കങ്ങളും ബഹളങ്ങളും ഒക്കത്തിനെയും പിന്നിലാക്കി പുറത്തേക്ക് ഓടിപ്പായുകയാണ് ഞാൻ. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ യാദൃശ്യമായി കെട്ടിയവൻ്റെ വക ഒരു ലിഫ്റ്റ് ആയാൽ അങ്ങനെ ഇരിക്കും. എൻ്റെ മനസ്സ് വല്ലാതെ ഒന്ന് കുളിർത്തു. ആ വൈകുന്നേരവും കെട്ടിയവൻ്റെ കൂടെയുള്ള പോക്കും യാത്രയും ഒക്കെ കൂടെ നല്ലൊരു സമയമായിരുന്നു. ചെറിയ രീതിയിലൊരു മഴയും കൂടെ ഉണ്ടായിരുന്നു. സംഗതി പൊളിച്ചു. അങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് എനിക്കിങ്ങനെയൊക്കെ ഒരു ലിഫ്റ്റ് കിട്ടുന്നത് കേട്ടോ. സമയം കിട്ടുമ്പോഴൊക്കെ ആൾ എന്നെ വന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കാറുമുണ്ട്. എന്തായാലും ഇന്നത്തെ വരവ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. യാതൊരു മുൻവിധികളും ഇല്ലാതെയാണ് ആൾ താഴെ വന്ന് നിന്നത്. അങ്ങനെ ഞങ്ങൾ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങാടിയിൽ. മക്കളെ രണ്ടുപേരെയും എൻ്റെ അമ്മ വീട്ടിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഓണത്തിൻ്റെ അവധി അടിച്ചു പൊളിക്കുകയാണ്. ഞങ്ങൾക്ക് സൗകര്യാർത്ഥം ജോലിക്ക് പോകാനും കൂടിയാണ് കേട്ടോ ആ പോക്ക്. ഇനി ഓണം കഴിഞ്ഞാൽ അവരെ കൊണ്ടുവരികയുള്ളൂ. അങ്ങനെ എല്ലാ ക്ഷീണങ്ങളും മറികടക്കാനുള്ള അടുത്ത റെമഡിയിലേക്ക് കിടക്കുകയാണ്. ഇതൊരു ചായ മാത്രമല്ല, ഒരു ഔഷധം പോലെയാണ്. ആ ദിവസത്തെ മുഴുവൻ ക്ഷീണത്തെയും കഴുകിക്കളയുന്ന ഒരു ഔഷധം. ആകപ്പാടെ ഇന്നത്തെ വൈകുന്നേരത്തെ മടുപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെ മിസ്സിങ്ങാണ്. അവരുണ്ടെങ്കിൽ ചിരിയും ബഹളവും കരച്ചിലും അടുക്കളയിലെ തിരക്കും കൂടെ ഇവിടെ നല്ലൊരു ബഹളമാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വൈകുന്നേരങ്ങൾ വെറും വിശ്രമം മാത്രമല്ല, ഞങ്ങൾക്ക് ചെറിയ പ്രാർത്ഥന കൂടിയാണ്.